മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നഷ്ടപരിഹാര തുകയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയിൽ അല്പസമയത്തിനകം കോടതി വിധി പറയും. ഹൈക്കോടതി രജിസ്ട്രിയിൽ 17 കോടി രൂപ കൂടി കെട്ടിവെക്കാൻ ഇതിനോടകം സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വരാനിരിക്കുന്നത്. നേരത്തെ സർക്കാർ തീരുമാനിച്ച തുക പര്യാപ്തമല്ല എന്നുള്ള കാര്യം പറയുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് 17 കോടി കൂടി കെട്ടിവെക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത്? നേരത്തെ 26 കോടി നൽകിയിട്ടുണ്ട്. അതിനു പുറമെ ഇത്ര തുക കൂടി കെട്ടിവെക്കണമെന്ന് എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു? അനുജ, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുകയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഹൈക്കോടതി രജിസ്ട്രിയിൽ 17 കോടി രൂപ കൂടി കെട്ടിവെക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. 26 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടക്കാല സംവിധാനം എന്നുള്ള രീതിയിലാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 549 കോടി രൂപ വേണം എന്നുള്ളതായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ആവശ്യം. പക്ഷേ അത് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവർ ചൂണ്ടിക്കാണിച്ചത് അത്രയും അധികം തുക തങ്ങൾക്ക് വേണ്ടിവരും എന്നുള്ളതാണ്. ന്യായവിലയിൽ മാറ്റം വന്നതോടെ സർക്കാർ അറിയിച്ച ഒരു കാര്യമുണ്ട്. ഈ 549 കോടി രൂപ എന്നുള്ളത് വളരെ കൂടുതലാണെന്നും ന്യായവില നിർണയവുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ പണം നൽകുന്നത് എന്നുമാണ് സർക്കാർ പറഞ്ഞത്. 26 കോടി രൂപ നേരത്തെ നീക്കിവെച്ചിരുന്നു. എന്നാൽ ന്യായവിലയിൽ മാറ്റം വന്നതോടെ ഇത് 42 കോടി രൂപയായി മാറി എന്ന് സർക്കാർ തന്നെ കോടതിയിൽ ആവശ്യിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ബാക്കി തുക കൂടി ഇപ്പോൾ കെട്ടിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. നഷ്ടപരിഹാരമായി സർക്കാർ നിശ്ചയിച്ച തുക എന്തായാലും കോടതിയിൽ കെട്ടിവെക്കും. തുടർന്ന് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏറ്റെടുത്ത ഭൂമിക്ക് പകരം നൽകാൻ നേരത്തെ 26 കോടി രൂപയാണ് നൽകാൻ നിശ്ചയിച്ചതെങ്കിൽ ഇപ്പോൾ 17 കോടി രൂപ കൂടി സർക്കാർ അധികമായി കെട്ടിവെക്കണം. ഹൈക്കോടതി രജിസ്ട്രിയിലാണ് തുക കെട്ടിവെക്കേണ്ടത്. തുടർന്ന് ഈ ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാം. സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസിന്റെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അപ്പീൽ പോകണമെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും. ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ തന്നെ അവധിയിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ. പെട്ടെന്ന് ഇനി വേനൽക്കാല ബെഞ്ച്. അതായത് ശ്രീകാന്ത്, നമുക്ക് ഈ തരത്തിലേക്ക് തന്നെ പറയാം, ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല സർക്കാരിന്, എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല. അതാണ് കോടതി ഉത്തരവ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന മുഴുവൻ തടസ്സങ്ങളും മാറി എന്ന് പറയാം. നേരത്തെ 26 കോടി രൂപ കെട്ടിവെച്ചു. പക്ഷേ ന്യായവിലയിൽ പിന്നീട് മാറ്റം വന്നു. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് 17 കോടി രൂപ കൂടി ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറണം എന്നാണ് പറഞ്ഞത്. ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറുന്നതോടെ സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാം. ഒരു തരത്തിലുള്ള തടസ്സവും ഇനി സർക്കാരിന് മുന്നിലില്ല. സർക്കാരിന് അവരുടേതായ എല്ലാ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരമാണ് തുറന്നു കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് വലിയൊരു തുക 540 കോടിയിലധികം എന്ന തരത്തിലേക്ക് മൂല്യം കണക്കാക്കി അല്ലേ ഇതിലിപ്പോൾ തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടത്? നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അതിനെതിരെയുള്ള ഒരു അപ്പീലിലാണല്ലോ ഇങ്ങനെ കോടതിയുടെ തീരുമാനം വരുന്നത്. അപ്പോൾ അത് എൽസ്റ്റൺ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ ശ്രീകാന്ത്? അനുജ, തീർച്ചയായും എൽസ്റ്റൺ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. 549 കോടി രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. കാരണം അവിടെയുള്ള തേയിലച്ചെടി നശിപ്പിക്കപ്പെടും, അതോടൊപ്പം തന്നെ അവിടെയുള്ള വലിയ മരങ്ങൾ നശിപ്പിക്കപ്പെടും. അങ്ങനെ അവർ പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം കൂടി ചേർത്താണ് 549 കോടി രൂപ അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ തുക അതിൻ്റെ 7 അയലത്ത് പോലും എത്തുന്നതിന്, അല്ലെങ്കിൽ വാദങ്ങൾ അവിടേക്ക് കൊണ്ടെത്തിക്കുന്നതിന് അവർക്ക് സാധിക്കുകയുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതി തീരുമാനിച്ച പ്രകാരം ആദ്യം കെട്ടിവെച്ച 26 കോടി, പിന്നീട് ന്യായവിലയിൽ വന്ന മാറ്റത്തിനനുസൃതമായി അത് 42 കോടിയോളം വരും എന്നാണ് സർക്കാർ ന്യായവില പ്രകാരമുള്ള കണക്ക്. അതിൻ്റെ ഒരു 17 കോടി കൂടി രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. അതോടുകൂടി ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാം. നിയമപരമായ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. കോടതി തടസ്സം നിൽക്കില്ല. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. സ്വാഭാവികമായും വേനലവധിക്ക് പോവുകയാണ് അനുജ കോടതി. വേനൽക്കാല ബെഞ്ച് മാത്രമാണ്, അവധിക്കാല ബെഞ്ച് മാത്രമാണ് ഇനി ഉണ്ടാവുക. അതിനാൽ പെട്ടെന്നൊരു ഇളവ്, പെട്ടെന്നൊരു ഇടപെടൽ
ഒരു സ്റ്റേ ഒന്നും തന്നെ വേഗം കിട്ടും എന്ന് കരുതുക വയ്യ. പക്ഷേ സുപ്രീം കോടതിയിലൊക്കെ അപ്പീൽ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എൽസ്റ്റൺ എസ്റ്റേറ്റിനുണ്ട്. ഇതിൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയ വാദം ഈ പരിസരത്തൊക്കെയുള്ള മറ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലൊക്കെ കണക്കാക്കി അതിൻ്റെ തുക കണക്കാക്കിയാണ് ആ മൂല്യം നിശ്ചയിച്ചത് എന്നതാണ് നേരത്തെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ന്യായവിലയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അതുകൂടി കൊടുക്കുക. അത് സർക്കാരിന് അതിൽ വിസമ്മതവുമില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് സ്വാഭാവികമായും സർക്കാരിന് അതിലൊരു വിസമ്മതം വരാനുള്ള സാധ്യതയില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പുനരധിവാസ നടപടികൾ അത് എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട ചില ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ കേസും വഴക്കുമൊക്കെയായി പോയാൽ അത് ഒരു സ്റ്റേ ഇതിൻ്റെ മുകളിൽ വന്നാൽ സർക്കാരിനത് നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് തിരിച്ചടിയാകും. അതിനാൽ ഈ 17 കോടി രൂപ കൂടി രജിസ്ട്രിയിൽ കെട്ടിവെച്ച് ഈ വിഷയം സ്വാഭാവികമായും അവസാനിപ്പിക്കാൻ, നിയമ പോരാട്ടം അവസാനിപ്പിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. സർക്കാർ അക്കാര്യത്തിൽ വഴങ്ങിയിട്ടുമുണ്ട് കോടതിയിൽ. 17 കോടി രൂപ കൂടി രജിസ്ട്രിയിൽ സർക്കാർ കെട്ടിവെക്കും. അപ്പോൾ ആദ്യത്തെ 26 കോടി, തുടർന്നുള്ള 17 കോടി, ഈ രീതിയിലായിരിക്കും സർക്കാരിൻ്റെ പണം ഈ രജിസ്ട്രിയിൽ കെട്ടിവെക്കുന്നത്. ശേഷം നടപടികൾ, പുനരധിവാസ നടപടിയുമായി മുന്നോട്ട് പോകാം. പുനരധിവാസ നടപടികൾ തടസ്സപ്പെടില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റിന് അനുകൂലമായി അല്ല വിധി വന്നിട്ടുള്ളത്. അത് ഏറെക്കുറെ കോടതി വാദത്തിനിടയിൽ തന്നെ നമുക്കത് വ്യക്തവുമായിരുന്നു. കാരണം ഈ ഇത്തരത്തിലുള്ള പുനരധിവാസ നടപടികളിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്നും ഇടപെടൽ, അതിനെ തടഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുമായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതാണിപ്പോൾ കോടതിയിൽ നിന്നും ഈ ഇടക്കാല ഉത്തരവിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ കൂടുതലായി കെട്ടിവെക്കേണ്ട തുക അത് എപ്പോൾ കെട്ടിവെക്കണം എന്ന അതിലേക്കൊരു നിർദ്ദേശം കോടതി നൽകുന്നുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ചത് എത്രയും വേഗം ചെയ്യേണ്ടതുണ്ട്. കാരണം ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ പുനരധിവാസ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടല്ലോ വളരെ വേഗം. അത് ഒരു സാങ്കേതിക നടപടി മാത്രമായിരിക്കും. സർക്കാരിൽ നിന്നും അനുമതി കിട്ടുന്ന മുറയ്ക്ക് അത് റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വളരെ വേഗത്തിൽ നീക്കും. അത് പിന്നീട് ധനവകുപ്പ് പാസാക്കി സ്വാഭാവിക നടപടികളുണ്ട്, സാങ്കേതിക നടപടികളുണ്ട്. അത് അവർ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 17 കോടിയിൽ തങ്ങി സർക്കാർ എന്തായാലും പുനരധിവാസ നടപടികൾ നിർത്തിവെക്കാൻ ഇഷ്ടപ്പെടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ്, ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ്. സർക്കാർ അപ്പീൽ പോകുന്നതിനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി സർക്കാർ അതിന്മേലൊരു അപ്പീൽ പോയാൽ പോലും അവധിക്കാല ബെഞ്ചിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കടമ്പയ്ക്ക് സർക്കാർ പോകും എന്ന് തോന്നുന്നില്ല. 17 കോടി രൂപ കെട്ടിവെച്ച് പുനരധിവാസ നടപടികളിലേക്ക് തന്നെ തിരിയാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ സർക്കാരും വ്യക്തമാക്കിയതാണ്. അതായത് ന്യായവിലയിൽ വന്ന മാറ്റം അത് സർക്കാരും സമ്മതിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ആ പണം കെട്ടിവെച്ച് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും നോക്കുക. ന്യായവിലയിൽ മാറ്റം വന്നതോടെ 42 കോടി രൂപയായി മാറുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരം തുക കൈമാറാമെന്നും സർക്കാർ അറിയിച്ചിരുന്നു നേരത്തെ. അങ്ങനെയൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സർക്കാരിന്റെ സമ്മതമാണ്. 17 കോടി രൂപ കെട്ടിവെക്കും, രജിസ്ട്രിക്ക് കൈമാറും. ഞങ്ങൾ തയ്യാറാണ്, പുനരധിവാസം തടസ്സപ്പെടരുത്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം.